Hi friends, welcome back to Jannath. ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും നല്ല ചൂടുള്ള അപ്പവും ആവി പറക്കുന്ന ബീഫ് സ്റ്റൂ ഇല്ലാതെ എന്താഘോഷം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബീഫ് സ്റ്റൂ റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. മാത്രമല്ല ഇതിലൊരു തുള്ളി എണ്ണ പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ട്രഡീഷണൽ ബീഫ് സ്റ്റൂവിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് സ്റ്റൂ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ കുക്കർ എടുക്കുന്നുണ്ട്. നമ്മൾ കുക്കറിൽ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇവിടെ ബോൺലെസ് ബീഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാമ്പു, കറുവപ്പട്ട, കുരുമുളക്. അപ്പോൾ ഈ ഒരു സ്പൈസസ് ആണ് ഈ ഒരു കറിക്ക് കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പൈസസ് മസ്റ്റ് ആണ്. ഈ ഒരു സ്പൈസസ് ആണ് നമ്മുടെ സ്റ്റൂവിന് ഫ്ലേവർ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ 2ാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അധികം ഞാൻ ഒഴിക്കുന്നില്ല. ഓൾറെഡി ബീഫിൽ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്കൊന്ന് ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ക്യാരറ്റ്, പിന്നെ ഉരുളൻകിഴങ്ങും ഗ്രീൻ പീൻസും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് ചിക്കൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ബീഫ് ആയതുകൊണ്ടാണ് നമ്മൾ വെവ്വേറെ കുക്ക് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഇവിടെ തേങ്ങാപ്പാലൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള റെസിപ്പി നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്.